ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസിസ്റ്ററിനെ പറ്റിയാണ്. ട്രാൻസിസ്റ്ററിനെ പറ്റി നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആ പഠിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബയസിങ്ങിനെ പറ്റിയും ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് സെറ്റിങ്ങിനെ പറ്റിയും ടൈപ്സ് ഓഫ് ബയസിങ്ങിനെ പറ്റിയൊക്കെയാണ് നമുക്ക് പഠിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് ട്രാൻസിസ്റ്റർ എന്ന് വെച്ചാൽ അറിയാം. ട്രാൻസിസ്റ്റർ എന്താ? ട്രാൻസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് made of 3 layers of semiconducting material that can act as an insulator or as a conductor. അപ്പോൾ 3 ലെയർ ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. അതിനെ നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് സ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയും അല്ലേ. അപ്പോൾ 3 ലെയർ, നമ്മൾ ഡയോഡ് പറഞ്ഞു തരുന്നത് 2 ലെയർ, ഒരു പി ഒരു എൻ റീജിയനും കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഡയോഡ് ഉണ്ടാക്കിയിരുന്നത്. ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 3 ലെയർ വിത്ത് 2 ജംഗ്ഷൻസ് ആണ്. ദ 3-layered ട്രാൻസിസ്റ്റർ ഈസ് ഓൾസോ നോൺ ആസ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയും. അപ്പോൾ 3 ലെയർ 2 ജംഗ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് പറയുന്നു? ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, BJT എന്നും പറയുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ 3 ലെയേഴ്സ്. The term bipolar refers to the use of both holes and electrons as charge carriers in the transistor structure, and there are mainly 2 types of BJTs ഉണ്ട്. നമ്മൾ പറഞ്ഞു 3 സെമി കണ്ടക്ടർ റീജിയൻസ് കൂട്ടിച്ചേർത്താണ് നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സെമി കണ്ടക്ടർ either പി റീജിയൻ ആവാം എൻ റീജിയൻ ആവാം. അപ്പം 3 വെച്ചേക്കുമ്പോഴാകുമ്പോൾ നമുക്ക് either 2 എൻ റീജിയനും ഒരു പി റീജിയനോ അല്ലെങ്കിൽ 2 പി റീജിയനും ഒരു എൻ റീജിയനോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് BJTs 2 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്റർ എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് NPN ട്രാൻസിസ്റ്റർ, ഒരു ട്രാൻസിസ്റ്ററിനകത്ത് 3 റീജിയൻസ് ആണുള്ളത്. ഒരു റീജിയൻ എമിറ്ററും ഒരെണ്ണം ബേസും ഒരെണ്ണം കളക്ടറും ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഒരു N എമിറ്ററും ഒരു N കളക്ടറും ആയിരിക്കും. P എന്ന് പറയുന്ന ബേസ് ആയിരിക്കും. അതേപോലെ തന്നെ PNPക്കകത്താണെങ്കിൽ ഒരു പി റീജിയൻ എമിറ്റർ, മറ്റേ പി റീജിയൻ കളക്ടറും, നടുക്കിരിക്കുന്ന N റീജിയൻ ബേസും ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ട്രാൻസിസ്റ്ററിന് 3 റീജിയൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്ററാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, ചാർജ് കാരിയേഴ്സിന് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അതിനെ റിസീവ് ചെയ്യുന്ന കളക്ടറാണ്. അപ്പോൾ കളക്ടർ മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബേസ് ലൈറ്റ്ലി ഡോപ്ഡും ആയിരിക്കും എന്ന് പറയും. ട്രാൻസിസ്റ്റർ നമ്മൾ അതിൻ്റെ സർക്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ എമിറ്ററിൻ്റെ അകത്തുനിന്ന് ഒരു ആരോ പുറത്തോട്ടായിരിക്കും കാണിച്ചേക്കുന്നത്. PNP ട്രാൻസിസ്റ്ററിന് എമിറ്ററിൽ ആരോ അകത്തോട്ടായിരിക്കും. ഓൾസോ NPN ട്രാൻസിസ്റ്ററിൽ IE എന്ന് പറഞ്ഞ കറണ്ട് പുറത്തോട്ട് പോകുന്നു. അതായത് എമിറ്റർ കറണ്ട് പുറത്തോട്ടും ബേസ് കറണ്ട് IBയും കളക്ടർ കറണ്ട് ICയും അകത്തോട്ട് പോവുകയാണ്. PNPക്കകത്താണെങ്കിൽ എമിറ്റർ കറണ്ട് IE ട്രാൻസിസ്റ്ററിനുള്ളിലോട്ട് പോകുന്നു, ബേസ് കറണ്ട് IBയും കളക്ടർ കറണ്ട് ICയും പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു സർക്യൂട്ടാണെങ്കിലും അതിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ബേസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് സൈഡിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, നമുക്ക് 2 ടെർമിനൽസ് വേണം. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ 2 ടെർമിനൽസ് വേണം. അപ്പം ഇൻപുട്ടിന് 2 ടെർമിനൽസ്, ഔട്ട്പുട്ടിന് 2 ടെർമിനൽസ്, അങ്ങനെ മൊത്തത്തിൽ 4 ടെർമിനൽസാണ് നമ്മൾ ഒരു സർക്യൂട്ടിന് വരുന്നത്. പക്ഷേ ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഡിവൈസാണ്. എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ 3 ടെർമിനൽ ഉള്ളൂ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 3 ടെർമിനൽ വെച്ച് നമ്മളൊരു ഇൻപുട്ടോ ഔട്ട്പുട്ടോ കിട്ടണമെങ്കിൽ നമുക്ക് 4 ടെർമിനൽ വരേണ്ട രീതിയിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കിയേ പറ്റത്തുള്ളൂ അല്ലേ. ഒരു 3 ടെർമിനൽ ഡിവൈസ് ഉപയോഗിച്ച് ഒരു 4 ടെർമിനൽ രീതിയിലുള്ള ഒരു സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ നമ്മൾ കോമൺ ആക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കോമൺ ആക്കി വെക്കുന്ന ടെർമിനലിനെ ബേസ് ചെയ്ത് ട്രാൻസിസ്റ്ററിന് 3 കോൺഫിഗറേഷൻ ഉണ്ട്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. ആ പടത്തിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ബേസ് കോമൺ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളതിനെ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നു. അതാണ് ഫസ്റ്റ് കാണിച്ചേക്കുന്നത്. പിന്നെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എമിറ്റർ കോമൺ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനും, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ കളക്ടർ കോമൺ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിനെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 രീതിയിലുള്ള കോൺഫിഗറേഷനാണ് ട്രാൻസിസ്റ്ററിന് ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്.
ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ട്രാൻസിസ്റ്ററിന് 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതായത് ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ എൻ ആക്റ്റീവ് റീജിയൻ ഓർ ലീനിയർ റീജിയൻ, അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയൻ, അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയൻ. ഈ 3 റീജിയനിലാണ് നമുക്ക് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഈ ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ സർക്യൂട്ടിനാണ് നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കതിനെ ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷനെ നമ്മൾ ഫോർവേഡ് ബയസ് ആയിട്ട് കണക്ട് ചെയ്യണം, കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടും കണക്ട് ചെയ്യണം. അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ട്രാൻസിസ്റ്റർ നമുക്കൊരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓണും ഓഫുമാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ഈ സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വലൻ ടു ആൻ ഓഫ് പൊസിഷൻ ഓഫ് എ സ്വിച്ചാണ്. ഇതിൽ നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബേസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷനും റിവേഴ്സ് ബേസ്. അപ്പോൾ 2 ജംഗ്ഷൻ റിവേഴ്സ് ബേസ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയൻ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്. അപ്പോൾ 2 ജംഗ്ഷനും ഫോർവേഡ് ബയസ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. അതിന് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയും. 2 ജംഗ്ഷനും നമ്മൾ റിവേഴ്സ് ബയസ്ഡ് ആക്കി നിർത്തുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയൻ അല്ലെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിട്ടും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടും വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ബയസിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബയസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസിസ്റ്ററിനെ നമുക്ക് വേണ്ട രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് DC വോൾട്ടേജസ് കൊടുക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റർ ബയസിങ് എന്ന് പറയുന്നത്. The application of DC voltage to the transistor so that it can amplify the given signal. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി അതിന് DC വോൾട്ടേജസ് കൊടുക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിസ്റ്റർ ബയസിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the maintenance of proper zero signal collector current and the maintenance of proper collector to emitter voltage during the passage of signal is called transistor biasing. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? ക്യൂ പോയിൻ്റ് സെറ്റിംഗ് എന്നും പറയും. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ തന്നെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയുള്ള DC വോൾട്ടേജസ് കൊടുക്കുന്ന പ്രോസസ്സിനാണ് ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറയുന്നത്. ഈ ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് ബയസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ദ ട്രാൻസിസ്റ്റർ ഇസ് നോട്ട് പ്രോപ്പർലി ബയസ്ഡ് it would work inefficiently and produce distortions in the output signal. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ബയസ് ചെയ്തില്ലെങ്കിൽ അത് ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ബയസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ നീഡ് ഫോർ ബയസിങ്? നീഡ് ഫോർ ബയസിങ് നമ്മൾ പറഞ്ഞെന്താണ്? ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ തന്നെ അതിനെ നമ്മൾ ഏത് ഇൻപുട്ട് സിഗ്നൽ കൊടുത്താലും അത് ആക്റ്റീവ് റീജിയനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യിക്കണം. അതിനാണ് നമ്മൾ ബയസ് ചെയ്യിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ എന്ത് വെച്ചാൽ എന്താണ് ഈ ആക്റ്റീവ് റീജിയനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? First one, ensure proper zero signal collector current. Next, to ensure proper base emitter voltage at any instant. ഏതൊരു ഇൻസ്റ്റൻറ്റിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബേസ് എമിറ്റർ വോൾട്ടേജിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യണം. പിന്നെ to ensure that the collector to emitter voltage does not falls below 0.5 volt for germanium transistor and 1 volt for silicon transistor at any instant. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ബയസ് ചെയ്യുന്നത്? സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എൻഷുർ ചെയ്യണം, പിന്നെ പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ് എൻഷുർ ചെയ്യണം, അതുമാത്രമല്ല പ്രോപ്പർ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജും എൻഷുർ. ഏതൊരു ഇൻസ്റ്റൻറ്റിലും ഈ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ക്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ബയസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ക്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്? ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓൺ ദി DC ലോഡ് ലൈൻ which represents the DC collector to emitter voltage, that is VCE, and collector current IC at any instant. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്വിസൻറ്റ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഈ ക്യൂ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. ദ വേരിയേഷൻസ് ഇൻ VCE ആൻഡ് IC takes place about this point when an AC signal is applied. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ്
ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആകുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നലിന് ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലോട്ട് മാറിപ്പോകും, അല്ലെങ്കിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലോട്ട് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ വരാത്ത രീതിയിൽ ഈ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആണ് ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറയും. നെക്സ്റ്റ്, ബയസ് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ ബയസ് ചെയ്താൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് അവിടെ തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുകയും വേണം, അല്ലേ? നോട്ട് ഓൺലി ദ ഫിക്സിംഗ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഈസ് സഫിഷ്യൻറ്റ്, but also it is to be ensured that the operating point remains stable, that it does not shift due to the change in temperature or change in variations in the transistor parameters. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ട്രാൻസിസ്റ്ററിൻ്റെ അകത്തെ ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ്, ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിൽ വരുന്ന വ്യത്യാസം കാരണമോ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് മാറാൻ പാടില്ല. The maintenance of the operating point at a stable position is known as bias stabilization, and the degree of stabilization achieved is expressed in terms of stability factor. അപ്പോൾ ബയസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ദ മെയിൻ്റനൻസ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അറ്റ് എ സ്റ്റേബിൾ പൊസിഷൻ. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്താൽ മാത്രം അതിനെ കറക്റ്റ് ആ പോയിന്റിൽ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അത് എന്തിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി ഫാക്ടറിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ? സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ICBO അല്ലെങ്കിൽ ICO എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കളക്ടർ ടു ബേസ് ലീക്കേജ് കറണ്ടാണ് ഈ ICO അല്ലെങ്കിൽ ICBO എന്ന് പറയുന്നത്. കീപ്പിംഗ് ബീറ്റ ആൻഡ് VBE ബേസ് എമിറ്റർ വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ICBO, അല്ലെങ്കിൽ ദാറ്റ് ഈസ് S ഈസ് ഈക്വൽ ടു DIC ബൈ DICBO അല്ലെങ്കിൽ DICO അറ്റ് കോൺസ്റ്റൻറ്റ് ബീറ്റ ആൻഡ് VBE എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ while defining stability factor, VBE and beta are assumed to be constant എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസസ് ദേ വേരി വിത്ത് ടെമ്പറേച്ചർ. അത് കാരണമായിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്ക് ജനറലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടറിനെ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ഫാക്ടർ SVയും സ്റ്റെബിലിറ്റി ഫാക്ടർ SBeta. ഇപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ SV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി stability factor SV is defined as the rate of change of collector current IC with respect to base emitter voltage VBE, keeping ICBO and beta constant. That is SV is equal to delta IC by delta VBE, keeping collector to base leakage current ICBO and beta constant. അതേപോലെ തന്നെ S beta എന്ന് പറഞ്ഞാൽ it is defined as the rate of change of collector current IC with respect to beta, keeping ICBO and VBE constant. That is S beta is equal to delta IC by delta beta at constant ICO and VBE എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു കളക്ടർ ടു ബേസ് ലീക്കേജ് കറണ്ട്. ദാറ്റ് ഈസ് S ഈസ് ഈക്വൽ ഡെൽറ്റ IC ബൈ ഡെൽറ്റ ICBO ആണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ, ഇത് യൂഷ്വലി 2 മാർക്കിനൊക്കെ ആയിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ സാധിക്കും. ഡിറൈവ് ആൻഡ് ജനറൽ എക്സ്പ്രഷൻ ഫോർ ദി സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഗീവ് ദി ജനറൽ എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇൻ ദി ആക്റ്റീവ് റീജിയൻ ദ ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കളക്ടർ കറണ്ട് IC ആൻഡ് IB ഈസ് ഗിവൺ ബെലോ, അല്ലേ? അപ്പം ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ട് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് IC ഈക്വൽ എന്ന് നമുക്കറിയാം ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ICBO അല്ലെങ്കിൽ ICO എന്ന് പറഞ്ഞു. ഓക്കെ, ഈ എക്സ്പ്രഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ദ എബോ എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു IC വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, DIC ബൈ DIC നമുക്ക് എന്തുണ്ട്, ഇപ്പം LHS നമുക്ക് 1 ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു DIB ബൈ DIC പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു DICBO ബൈ DIC എന്ന് കിട്ടും, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ബീറ്റ ഇൻറ്റു DIB ബൈ DIC പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു നമുക്കറിയാം DICBO ബൈ DIC എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡെൽറ്റ IC ബൈ ഡെൽറ്റ ICBO ആണ്. അപ്പോൾ DIC ബൈ ICBO എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ S ആണെന്നറിയാം. ഇവിടെ നമുക്ക് DICBO ബൈ DIC ആണ്, ദാറ്റ് ഈസ് 1/S ആണത്, അല്ലേ?
Therefore നമുക്ക് എന്ത് കിട്ടും, 1 ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി പ്ലസ് 1 പ്ലസ് ബീറ്റ ബൈ എസ് എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും, എസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ. എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ 2 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൽഫയും ബീറ്റയും നമ്മൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ ആൽഫ ഫാക്ടർ is also called current amplification factor and is എന്തുവാണ്, it is the ratio of collector current to the emitter current, that is alpha is equal to delta IC by delta IE at constant VCB, constant collector to base voltageലാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫ is equal to delta IC by ഡെൽറ്റ ഐ ഇ എന്ന് പറയും. അതേപോലെ തന്നെ വേറൊരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് ബീറ്റ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എന്താണ്, ട്രാൻസ്പോർട്ട് ഫാക്ടർ എന്നും പറയാറുണ്ട്. ബീറ്റ ഫാക്ടർ ഇസ് ദി കറണ്ട് ഗെയിൻ ഫാക്ടർ, ഓൾസോ കോൾഡ് ട്രാൻസ്പോർട്ട് ഫാക്ടർ ഓഫ് എ കോമൺ എമിറ്റർ സർക്യൂട്ട് ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്, ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ബൈ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ് ബീറ്റ. ബീറ്റ കറണ്ട് ഗെയിൻ ഫാക്ടർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഫാക്ടർ എന്നും പറയാറുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ, ഇത് നമുക്കറിയാവുന്ന കാര്യം. നമുക്കറിയാം ബീറ്റ ഈസ് ഈക്വൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ്. അതേപോലെ ആൽഫ ഈസ് ഈക്വൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ ആണ്. ഐ ഇ ഈസ് ഈക്വൽ നമുക്കറിയാം ഐ ബി പ്ലസ് ഐ സി ആണ്. ദെർഫോർ ആൽഫ ഈസ് ഈക്വൽ നമുക്ക് ഡെൽറ്റ ഐ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ ഇക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ ഐ സി പ്ലസ് ഡെൽറ്റ ഐ ബി എന്ന് കൊടുക്കും അല്ലേ. നമുക്കറിയാം ഐ ഇ ഈസ് ഈക്വൽ എന്തുകൊണ്ടാണ്, ഐ ബി പ്ലസ് ഐ സി എന്നറിയുന്നതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ അങ്ങനെ എഴുതി. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും, ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ സി പ്ലസ് ഡെൽറ്റ ഐ ബി. അതിനെ ഇൻവേഴ്സ് എടുത്ത് നമുക്ക് 1 ബൈ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡെൽറ്റ ഐ സി പ്ലസ് ഡെൽറ്റ ഐ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ സി കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടിനും നമ്മൾ ഈക്വൽ ആയിട്ട് കൊടുത്താൽ നമുക്ക് എന്താണ്, 1 ബൈ ആൽഫ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ ഐ ബി ബൈ ഡെൽറ്റ ഐ സി കിട്ടും. അപ്പോൾ നമുക്കറിയാം ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഐ ബി ബൈ ഡെൽറ്റ ഐ സി എന്തായിരിക്കും, 1 ബൈ ബീറ്റ ആവും. Therefore 1 by alpha is equal to നമുക്ക് 1 by alpha is equal to 1 plus 1 by beta, that is alpha is equal to beta by 1 plus beta എന്നും അല്ലെങ്കിൽ beta is equal to alpha by 1 minus alpha എന്ന് കിട്ടും. അതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ എന്ന് ചോദിക്കാൻ സാധ്യത. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റയും അല്ലെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫയും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസിസ്റ്റർ ബയസിങ്. നമ്മൾ പറഞ്ഞു ബയസിങ് എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിസ്റ്റർ ബയസിങ്. അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഡി സി വോൾട്ടേജസ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിസ്റ്റർ ബയസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബയസിങ് സർക്യൂട്ട് എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? എ ബയസിങ് സർക്യൂട്ട് ഷുഡ് ഫുൾഫിൽ ദി ഫോളോയിങ്. എന്തൊക്കെയാണ്? It must establish the operating point in the middle of the active region. അല്ലേ, ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയസിംഗ് എന്ന് പറഞ്ഞു. ഒരു നല്ല ബയസിംഗ് സർക്യൂട്ട് എന്തുമായിരിക്കും ചെയ്യേണ്ടത്, ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ സെറ്റ് ചെയ്യണം, നമ്മുടെ ആക്റ്റീവ് റീജിയൻ്റെ മിഡിൽ പോർഷനിലായിട്ട് സെറ്റ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ് മിഡിൽ പോർഷനിൽ സെറ്റ് ചെയ്യുന്നത്? കാരണം മിഡിൽ പോർഷനിൽ സെറ്റ് ചെയ്താൽ നമ്മൾ ഏത് ഇൻപുട്ട് സിഗ്നൽ കൊടുത്താലും ഈ ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലോ അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയനിലോ പോയി വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ്റെ സെൻറ്റർ പോർഷനിൽ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്റ്റീവ് റീജിയൻ സോ ദാറ്റ് ഓൺ അപ്ലൈയിങ് ദ ഇൻപുട്ട് സിഗ്നൽ ദ ഇൻസ്റ്റൻറ്റേനിയസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡസ് നോട്ട് മൂവ് ടു ദി കട്ട് ഓഫ് റീജിയൻ ഓർ സാച്ചുറേഷൻ റീജിയൻ. അല്ലേ, അപ്പം ഏതൊരു രീതിയിലുള്ള ഇൻപുട്ട് സിഗ്നൽ വന്നാലും ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ കട്ട് ഓഫ് റീജിയനിലോട്ടോ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലോട്ടോ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബയസിംഗ് സർക്യൂട്ട് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആക്റ്റീവ് റീജിയൻ്റെ സെൻറ്ററിൽ സെറ്റ് ചെയ്യണം. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് സ്റ്റെബിലൈസ് ദി കളക്ടർ കറണ്ട് അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഇപ്പോൾ ടെമ്പറേച്ചർ വേരിയൻസ് അനുസരിച്ച് കളക്ടർ കറണ്ടിൽ വരുന്ന വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ പാടില്ല. അതും ഒരു ബയസിംഗ് സർക്യൂട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ്, മൂന്നാമത്തെ കാര്യം എന്താണ്? ഇറ്റ് മസ്റ്റ് മേക്ക് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്.
അല്ല. അപ്പോൾ ഒരു ബയസിങ് സർക്യൂട്ട് എന്തായിരിക്കണം, ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യേണ്ടത് ഒന്ന് സെൻറ്റർ ഓഫ് ദി ആക്റ്റീവ് റീജിയനിലായിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്തായിരിക്കും, ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് എല്ലാം വർക്ക് ചെയ്ത് ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ കംപ്ലയിൻറ്റ് കാരണം നമ്മൾ പുതിയൊരു ട്രാൻസിസ്റ്റർ കൊണ്ടുവച്ചു. അപ്പോൾ അതേ മോഡൽ നമ്പറുള്ള ട്രാൻസിസ്റ്റർ ആയിരിക്കും, പക്ഷേ മേക്കിങ്ങിൽ വരുന്ന ചെറിയ വ്യത്യാസം കൊണ്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. ആ വേരിയേഷൻ കാരണം ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറാൻ പാടില്ല. അപ്പോൾ അതേ സീരിയൽ നമ്പറുള്ള വേറൊരു ട്രാൻസിസ്റ്റർ കൊണ്ടുവച്ചാലും ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബയസിംഗ് സർക്യൂട്ട് എങ്ങനെയായിരിക്കണം, ബയസിംഗ് സർക്യൂട്ട് എന്ത് ചെയ്യണം, it must make the operating point independent of the transistor parameters so that the replacement of the transistor does not shift the operating point. അപ്പം ഒരു ബയസിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബയസിംഗ് സർക്യൂട്ട് എന്നോ അല്ലെങ്കിൽ വാട്ട് ആർ ദി ഏത് രീതിയിൽ ചോദിക്കാം, വാട്ട് ആർ ദി കണ്ടീഷൻസ് ദാറ്റ് എ ബയസിംഗ് സർക്യൂട്ട് ഷുഡ് ഫുൾഫിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് എ ബയസിംഗ് സർക്യൂട്ട് ഷുഡ് ഫുൾഫിൽ ദി ഫോളോയിങ്. എന്തൊക്കെ, ഇറ്റ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻ ദി മിഡിൽ ഓഫ് ദി ആക്റ്റീവ് റീജിയൻ, ഇറ്റ് മസ്റ്റ് സ്റ്റെബിലൈസ് ദ കളക്ടർ കറണ്ട് അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ ആൻഡ് ഇറ്റ് മസ്റ്റ് മേക്ക് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. ഈ 3 കാര്യങ്ങളും ഒരു ബയസിംഗ് സർക്യൂട്ട് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഏതൊക്കെ രീതിയിലുള്ള ബയസിംഗ് സർക്യൂട്ട്സ് നമുക്കുണ്ട്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് 3 രീതിയിലുള്ള ബയസിംഗ് സർക്യൂട്ടാണ്. ഒന്ന് ഫിക്സഡ് ബയസിങ്ങും, സെക്കൻഡ് സെൽഫ് ബയസിങ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ്, നെക്സ്റ്റ് കളക്ടർ ടു ബേസ് ബയസിങ്. ഈ 3 ബയസിംഗ് സർക്യൂട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫിക്സഡ് ബയസിംഗ് സർക്യൂട്ട്. ഫിക്സഡ് ബയസിംഗ് ആണ്. എന്താണ്, ദ സർക്യൂട്ട് യൂസസ് 2 batteries VBB and VCC. The battery VBB gives potential to the base terminal through the resistance RB and the battery VCC supplies power to the collector through the resistance RC ആണ്. അപ്പോൾ ഫിക്സഡ് ബയസിങ്ങിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് 2 ഫിക്സഡ് സപ്ലൈ വോൾട്ടേജസ് ഉണ്ടാവും, VBBയും VCCയും. അതെന്തിനു വേണ്ടിയിട്ടാണ്, VBB എന്ന് പറഞ്ഞാൽ ബേസിന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും VCC എന്ന് പറഞ്ഞാൽ കളക്ടറിന് സപ്ലൈ ചെയ്യാൻ വേണ്ടത്. ദാറ്റ് ഈസ് VBB എന്നത് ബാറ്ററി VBB ഗീവ്സ് പൊട്ടൻഷ്യൽ ടു ദി ബേസ് ടെർമിനൽ ത്രൂ ദി റെസിസ്റ്റൻസ് ബേസ് റെസിസ്റ്റൻസ് RBയും ആൻഡ് VCC എന്ന് പറഞ്ഞാൽ കളക്ടറിന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇറ്റ് സപ്ലൈസ് വോൾട്ടേജ് ടു ഇറ്റ് സപ്ലൈസ് പവർ ടു ദി കളക്ടർ ത്രൂ ദി റെസിസ്റ്റൻസ് RCയുമാണ്. സർക്യൂട്ട് ഡയഗ്രാം ഇതേപോലെയാണ്. നമുക്ക് VBB ഉണ്ടാവും, VCC ഉണ്ടാവും, ട്രാൻസിസ്റ്റർ കൊണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ട് റെസിസ്റ്റൻസ് പോകുന്നത് RCയും ബേസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസിലോട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RB ആയിരിക്കും. നെക്സ്റ്റ് C1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആയിരിക്കും. C2 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ബേസ് എമിറ്റർ വോൾട്ടേജ് VBE ഉണ്ട്, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VCE, എമിറ്റർ കറണ്ട് IE, ബേസ് കറണ്ട് IB, കളക്ടർ കറണ്ട് IC. Okay. The base current can be determined by applying Kirchhoff's second law for the branch circuit starting from VBB to ground. അതായത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ നമ്മൾ പറഞ്ഞു ബയസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, VCEയും ICയും സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബയസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ VCയും ICയും ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ നമ്മൾ ആദ്യം IB കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻപുട്ട് സൈഡിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യും. KVL അപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടുന്നത്, VBB, ദാറ്റ് ഈസ് ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ VBBയും RBയും VBEയും ഒക്കെ ചേർന്ന് വരുന്ന സെക്ഷൻ, അതായത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് പോർഷനെയാണ് നമ്മൾ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, VBB നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് VBB ഈസ് ഈക്വൽ ടു എങ്ങോട്ടാണ് പോകുന്നത്, ആ RBയിൽ കുറച്ച് ഡ്രോപ്പായി പോകുന്നതാണ്. ദാറ്റ് ഈസ് VBB ഈസ് ഈക്വൽ ടു IBRB പ്ലസ് എവിടെയാണ് പിന്നുള്ളത്, നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെയും ബേസിൻ്റെയും ഗ്രൗണ്ടിനും ഇടയ്ക്ക് വരുന്ന വോൾട്ടേജാണ് VBE. ദാറ്റ് ഈസ് VBB ഈസ് ഈക്വൽ ടു IBRB പ്ലസ് VBE എന്ന് കിട്ടും. അതിൻ്റെ അത് നമ്മൾ ബേസ് കറണ്ട് IB ഈസ് ഈക്വൽ എങ്ങനെയാണ്, ബേസ് കറണ്ട് IB ഈസ് ഈക്വൽ ടു VBB മൈനസ് VBE ഡിവൈഡഡ് ബൈ RB എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടിട്ട് മാറ്റി വെച്ചേക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെച്ചാൽ സിൻസ് VBE ഈസ് വെരി സ്മോൾ, നമ്മൾ ബേസ് എമിറ്റർ വോൾട്ടേജ് ഈസ് വെരി സ്മോൾ. ദാറ്റ് ഈസ് എത്രയാണെന്ന് പറയുന്നത്, സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 0.7ഉം ജെർമേനിയം ആണെങ്കിൽ 0.3 ആണ്. സിൻസ് VB is small in comparison to the base supply voltage VBB, the base current is given by the expression
നമുക്ക് എന്ത് ചെയ്യും, വി ബി എ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ദെർഫോർ ഐ ബി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, വി ബി ബി ഡിവൈഡഡ് ബൈ ആർ ബി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, സപ്ലൈ വോൾട്ടേജ് വി ബി ബി ബീങ് ഫിക്സഡ് വാല്യൂ once the resistance RB is chosen, the base current IB is also fixed. കാരണം നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന സപ്ലൈ വോൾട്ടേജ് വി ബി ബിയും വി സി സിയും നമ്മൾ ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസും ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഫിക്സഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ വി ബി ബിയും ആർ ബിയും ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഐ ബിയും ഫിക്സഡ് ആയിരിക്കും. ദെർഫോർ അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്, ഫിക്സഡ് ബയസ് സർക്യൂട്ട് എന്ന പേര് വന്നത്. കാരണം ബേസിലോട്ട് വരുന്ന കറണ്ട് ഐ ബി എന്ന് പറയുന്ന കറണ്ട് ഒരു ഫിക്സഡ് കറണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത്, ഫിക്സഡ് ബയസ് സർക്യൂട്ട് എന്ന് പേര് വന്നത്. ഫോർ ലീനിയർ ആംപ്ലിഫയർ ഓപ്പറേഷൻ നമുക്കറിയാം എന്താ, കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് എന്താ, ഐ സി ഈക്വൽ നമുക്കറിയാം എന്താ, ബീറ്റ ഐ ബി ആയിരിക്കും. അപ്പം ഐ ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കളക്ടർ കറണ്ട് ഐ സി ഉണ്ട്, ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി എന്ന് കിട്ടി. ഇനി നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ കെ വി എൽ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, അവിടെ എന്തൊക്കെയാണ്, കളക്ടർ വി സി സി ഉണ്ട്, ആർ സി ഉണ്ട്, വി സി ഇ ഉണ്ട് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുക, വി സി ഇ ഈക്വൽ എന്ത് കിട്ടും, വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി. അപ്പോൾ നമുക്ക് വി സി ഇയും കിട്ടി, ഐ സിയും കിട്ടി. വി സിയും കിട്ടിക്കഴിഞ്ഞ് വി സി ഇയും ഐ സിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം, ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യാം അല്ലേ. ദെർഫോർ നമ്മുടെ ബയസിങ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തു. ഇതാണ് ഫിക്സഡ് ബയസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്സഡ് ബയസിങ്ങിന് ആ പേര് വരാൻ കാരണം എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലൈ വി ബി ബിയും വി സി സിയും കോൺസ്റ്റൻ്റ് ആണ്. അത് കാരണമായിട്ട് അവിടുത്തെ ബേസ് കറണ്ട് ഐ ബി കോൺസ്റ്റൻ്റ് ആണ്. ഐ ബി ഒരു ഫിക്സഡ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഫിക്സഡ് ബയസിംഗ് എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഐ ബി ഐ സി ഈക്വൽ നമ്മൾ ബീറ്റ ഐ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ സി കണ്ടുപിടിക്കും, ബീറ്റ ഐ ബി എന്ന് പറയുന്നു. അതേപോലെ തന്നെ വി സി ഇ ഈക്വൽ ടു നമുക്ക് എന്തോ കിട്ടുന്നു, വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, നെക്സ്റ്റ് കളക്ടർ ടു ബേസ് ബയസ്. ഈ കളക്ടർ ടു ബേസ് ബയസ് ഇതിൻ്റെ സർക്യൂട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദി ഫിക്സഡ് ബയസ് സർക്യൂട്ടാണ്. മറ്റേ ഫിക്സഡ് ബയസ് സർക്യൂട്ടിൽ നമ്മൾ വി ബി ബിയും വി സി സിയും രണ്ട് വോൾട്ടേജ് സോഴ്സസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ രണ്ടും കൂടെ ചേഞ്ച് ചെയ്ത് ഒറ്റ വി സി സിയും തന്നെയായിരുന്നു അങ്ങോട്ടും പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കളക്ടറിൽ നിന്ന് ആണ് ബേസിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ്, ദ സർക്യൂട്ട് ഈസ് ലൈക്ക് എ ഫിക്സഡ് ബയസ് സർക്യൂട്ട് എക്സെപ്റ്റ് that the base resistor RB is returned to the collector terminal instead of the supply voltage VC. അപ്പോൾ വി സി സിയിലോട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആർ ബി എടുത്ത് എവിടെ കൊടുത്തേക്കുന്നത്, കളക്ടറിലോട്ടാണ് കൊടുത്തേക്കുന്നത്. Therefore it derives its names from the fact that the voltage for RB is derived from the collector. അപ്പോൾ ബേസിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ആർ ബിക്കുള്ള വോൾട്ടേജ് കളക്ടറിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബേസിലുള്ള വോൾട്ടേജ് കളക്ടറിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് എന്തുകൊണ്ട് ഈ പേര് വന്നത്, കളക്ടർ ടു ബേസ് ബയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ്, സപ്ലൈ വോൾട്ടേജ് വി സി സി ഉണ്ട്. വി സി സി നമ്മൾ കളക്ടറിലോട്ട് പോകുന്ന വഴി കളക്ടർ റെസിസ്റ്റൻസ് ആർ സി ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്, ബേസിലോട്ട് ആർ ബി വഴി കൊടുത്തേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, വെൻ ദി കളക്ടർ കറണ്ട് ഐ സി ടെൻസ് ടു increase either due to rise in temperature or due to replacement of transistor. എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലേ, ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഐ സി മാറ്റി വെച്ചത്, ഐ സിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മൾ വേറൊരു ഐ സി എടുത്ത് വെച്ചതുകൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ഐ സി കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ കോൺസ്റ്റൻറ്റ് വി സി സി എന്നാണ് വരുന്നത്. നമുക്കറിയാം വി സി സി ഈക്വൽ എന്താണ്, ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ഐ ബി ആർ ബി പ്ലസ് ഔട്ട്പുട്ട് സൈഡ് ആണെങ്കിൽ വി സി സി ഈക്വൽ നമുക്കറിയാം വി സി ഇ പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ സി എന്നറിയാം അല്ലേ. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ മാറിയത് കാരണം കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ഐ സി കൂടുകയാണെങ്കിൽ, വി സി സി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ ഐ സി കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ വി സി ഇ കുറയും അല്ലേ. വി സി ഇ ഡിക്രീസസ് ഡ്യൂ ടു ലാർജ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി കളക്ടർ റെസിസ്റ്റൻസ് ആർ സി. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഐ സി കൂടുകയാണെങ്കിൽ നമ്മുടെ വി സി ഇ കുറയും. വി സി ഇ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
VCE കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിലോട്ട് കൊടുക്കുന്നത്. BCE കുറഞ്ഞു കഴിഞ്ഞാൽ IB കുറയും. IB കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ബേസ് കറണ്ട് ആണ് കളക്ടർ ടു എമിറ്റർ ഫ്ലോ ചെയ്യുന്ന ICയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ബേസ് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, IC കുറയും അല്ലേ. അപ്പോൾ അത് കാരണം ദസ് എ മെക്കാനിസം എക്സിസ്റ്റ് ഇൻ ദ സർക്യൂട്ട് വിച്ച് ഡസ് നോട്ട് അലൗ ദി കളക്ടർ കറണ്ട് IC ടു ഇൻക്രീസ് റാപ്പിഡ്ലി. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ IC കൂടാൻ വന്നു, എന്തെങ്കിലും കാരണവശാൽ കളക്ടർ കറണ്ട് IC കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VCE കുറയും. VCE കുറഞ്ഞു കഴിഞ്ഞാൽ IB കുറയും. IB കുറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഓട്ടോമാറ്റിക്കലി IC കുറയുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ICയെ കൂടാൻ സമ്മതിക്കാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിച്ചു നിർത്തും ഈ സർക്യൂട്ട്. അപ്പോൾ അതാണ് കളക്ടർ ടു ബേസ് ബയസിംഗ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടി ഈ ICയെ ഇങ്ങനെ കൂടാതെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള RBയും RCയും ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ RBയും RC എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ ഇൻപുട്ട് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം ഇൻപുട്ട് സൈഡ് നോക്കുമ്പോൾ VCCയും RCയും RB ഒക്കെ കൂടി ചേരുന്നതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്, VCC ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ഇൻറ്റു RC പ്ലസ് IB ഇൻറ്റു RB പ്ലസ് VBE എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, RB ഈസ് ഈക്വൽ ടു VCC മൈനസ് VBE മൈനസ് ICRC ഇൻറ്റു ബീറ്റ ബൈ IC മൈനസ് RC എന്ന് കിട്ടും. ഇതാണ് RB ബേസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതേപോലെ തന്നെ RC കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് സൈഡ് ഇക്വേഷൻ ദാറ്റ് ഈസ് VCC ഈസ് ഈക്വൽ IB പ്ലസ് IC ഇൻറ്റു RC പ്ലസ് VCE ആണ്. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്താണ്, RC ഈസ് ഈക്വൽ ടു VCC മൈനസ് VCE ബൈ IB പ്ലസ് IC എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു VCC മൈനസ് VCE ഡിവൈഡഡ് ബൈ IC ഇൻറ്റു 1 പ്ലസ് 1 ബൈ ബീറ്റ എന്ന് കിട്ടും അല്ലേ. അപ്പം RBയും RCയും കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കളക്ടർ ടു ബേസ് ബയസിംഗ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ബയസിംഗ് സർക്യൂട്ടാണ്. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയസിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സെൽഫ് ബയസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ്. കൂടുതലും ചോദിച്ചിട്ടുള്ള പരീക്ഷയ്ക്കും കൂടുതലും ചോദിച്ചിട്ടുള്ള ഈ ബയസിങ്ങിനെ പറ്റിയാണ്. ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയസിംഗ് അറേഞ്ച്മെൻറ്റ്. ദ നെയിം വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ഈസ് ഡിറൈവ്ഡ് ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. ഇതിൻ്റെ അകത്തൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ് എന്ന് പറഞ്ഞ് ആ സർക്യൂട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് R1 ആൻഡ് R2 അവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡറായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. Therefore, the arrangement consists of എന്തൊക്കെയാണ്, ദി സർക്യൂട്ട് അറേഞ്ച്മെന്റ് കൺസിസ്റ്റ് ഓഫ് എ പൊട്ടൻഷ്യൽ ഡിവൈഡർ റെസിസ്റ്റൻസ് R1 ആൻഡ് R2 ഉണ്ട്, കളക്ടർ റെസിസ്റ്റൻസ് RC ഉണ്ട്, എമിറ്റർ റെസിസ്റ്റൻസ് RE ഉണ്ട്, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE ഉണ്ട്, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ C1 ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സർക്യൂട്ടിൽ ഉള്ളത്. എന്താണ് ഇതിൽ നടക്കുന്നത്, സർക്യൂട്ട് അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബയസിങ്ങിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, VCEയും ICയും ആണ് കണ്ടുപിടിക്കുക അല്ലേ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ സർക്യൂട്ട് അനാലിസിസ് നോക്കിയാൽ അസ്യൂം ദാറ്റ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റൻസ് R1 ഈസ് I1. R1 കൂടെ പോകുന്ന കറണ്ട് I1 ആണെന്നും അസ്യൂം ചെയ്യാം. ആസ് ദി ബേസ് കറണ്ട് നമ്മൾ പറയുന്നത് ആസ് ദി ബേസ് കറണ്ട് ഈസ് വെരി സ്മോൾ, സോ ദാറ്റ് എന്താണ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R2 ഈസ് ഓൾസോ I1 എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. കാരണം നമ്മൾ VCC എന്ന് I1 എന്ന് പറഞ്ഞ കറണ്ട് R1ലോട്ട് വരുന്നു എന്ന് പറഞ്ഞു. ആ കറണ്ട് തന്നെയാണ് നമുക്ക് എങ്ങോട്ട് പോകുന്നത്, R2ലോട്ടും ബേസിലോട്ടും പോകേണ്ടത്. അതിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്താണ് പോകേണ്ടത്. നമ്മൾ ബേസ് കറണ്ട് വളരെ കുറവാണെന്ന് പറയുന്നതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി ഈ I1 തന്നെയാണ് I2 കൂടെ ഫ്ലോ ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് I1 എങ്ങനെ എഴുതാം, I1 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം VCC ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതി കൂടെ. I1 ഈസ് ഈക്വൽ ടു VCC ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതും. പിന്നെ ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് R2, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് R2 നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് പൊട്ടൻഷ്യൽ ഡിവൈഡ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം, VR2 ഈസ് ഈക്വൽ അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് നമ്മൾ VB എന്നൊരു പേര് കൊടുക്കുക. നമുക്ക് VB ഈസ് ഈക്വൽ എന്ന് തരും R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC എന്ന് എഴുതാം അല്ലേ. therefore I1 ഈസ് ഈക്വൽ ടു VCC ബൈ R1 പ്ലസ് R2 എന്ന് കിട്ടി. അതേപോലെ തന്നെ VB ഈസ് ഈക്വൽ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC എന്ന് കിട്ടി. ഓക്കെ, അപ്ലൈയിങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ടു ദി ബേസ് സർക്യൂട്ട്. നമ്മൾ ഇൻപുട്ട് സൈഡിലോട്ട് ബേസ് സൈഡിലോട്ട് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ബേസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ താഴത്തെ ആ R2ഉം
വി ബിയും ആർ ഇയും എല്ലാം കൂടെ കൂടിച്ചേർന്ന പോർഷനാണ് നമ്മൾ ബേസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മൾ KVL അപ്ലൈ ചെയ്യണം. നമുക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ വി ബി ഈസ് ഈക്വൾ നമുക്ക് എങ്ങനെ എഴുതാം? VBE പ്ലസ് IE RE എന്ന് എഴുതാം അല്ലേ? ഈ IE RE എന്ന് പറയുന്നത് VE ആണ്. അതായത് VB ഈസ് ഈക്വൾ ടു VBE പ്ലസ് IE RE എന്ന് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് IE എങ്ങനെ കണ്ടുപിടിക്കും? IE ഈസ് ഈക്വൾ ടു VB മൈനസ് VBE ഡിവൈഡഡ് ബൈ RE എന്ന് കിട്ടും അല്ലേ? ആസ് IC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IE, നമുക്ക് എന്തോ എഴുതാം? കളക്ടർ കറണ്ട് IC ഈസ് ഈക്വൽ ടു ഇത് തന്നെ എഴുതാം, VB മൈനസ് VBE ഡിവൈഡഡ് ബൈ RE. അപ്പോൾ കളക്ടർ കറണ്ട് IC കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VCE കണ്ടുപിടിക്കണം. VCE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് KVL ടു ദി കളക്ടർ ടു എമിറ്റർ ലൂപ്പ് നമുക്ക് എന്ത് കിട്ടും? VCC ഈസ് ഈക്വൾ കളക്ടർ ടു എമിറ്റർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ VCCയും RCയും REയും എല്ലാം കൂടെ കൂടി ചേർന്നതാണ് നമ്മൾ ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ VCC ഈസ് ഈക്വൾ നമുക്ക് VCC ഈസ് ഈക്വൾ ടു ICRC പ്ലസ് VCE പ്ലസ് IERE എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE പ്ലസ് IE ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും? ICRC പ്ലസ് VCE പ്ലസ് ICRE എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് IC കോമൺ എടുക്കാമല്ലോ. IC കോമൺ എടുക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഇസ് ഈക്വൽ ടു VCE പ്ലസ് IC ഇൻറ്റു RC പ്ലസ് RE എന്ന് കിട്ടും. അതിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് VCE എന്ത് കിട്ടും? VCE ഈസ് ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE എന്ന് കിട്ടും. അപ്പോൾ VCE ഈസ് ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE എന്ന് കിട്ടി. അതേപോലെ IC ഈസ് ഈക്വൽ ടു VB മൈനസ് VBE ബൈ RE എന്ന് കിട്ടി. അപ്പം ICയും കിട്ടി, VCയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യാമല്ലോ. ഫ്രം ഇക്വേഷൻസ് 11.15 ആൻഡ് 11.16 ദ വാല്യൂ ഓഫ് IC ആൻഡ് VCE ക്യാൻ ബി ഡിറ്റർമിൻഡ് ആൻഡ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ പോയിന്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, അപ്പം വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്ങിൻ്റെ VCEയും ICയും കണ്ടുപിടിക്കാൻ എങ്ങനെ നോക്കിയാലോ. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ആ പേര് വരാൻ കാരണം എന്താണ്? അതിൻ്റെ അകത്തൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. R1 R2 വെച്ചൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇക്വേഷൻ കാൽക്കുലേഷൻ എങ്ങനെ ICയും VCയും എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്തോ പറഞ്ഞേ? ഇൻപുട്ട് കറണ്ട് നമ്മൾ ബേസ് R1 കൂടെ പോകുന്ന കറണ്ട് I1 എങ്ങനെ കണ്ടുപിടിക്കാം? I1 ഈസ് ഈക്വൽ നമുക്ക് VCC ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞു. വോൾട്ടേജ് അക്രോസ് ദി ബേസ് അല്ലെങ്കിൽ R2 അക്രോസ് ഉള്ള റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ VB ഈസ് ഈക്വൽ നമ്മൾ എങ്ങനെ കണ്ടു? വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ച് R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എന്തോ കണ്ടുപിടിച്ചു? VB ഈസ് ഈക്വൽ എന്തുകൊണ്ട്? VB ഈസ് ഈക്വൽ ടു VBE പ്ലസ് IERE എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് നമ്മൾ IE ഈസ് ഈക്വൽ ടു VB മൈനസ് VBE ബൈ RE എന്ന് പറഞ്ഞു. IC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IE ആയതുകൊണ്ട് നമ്മൾ കളക്ടർ കറണ്ട് IC ഈസ് ഈക്വൽ ടു VB മൈനസ് VBE ബൈ RE പറഞ്ഞു. പിന്നെ നമ്മൾ ഔട്ട്പുട്ട് സൈഡ് KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട്? VCC ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE പ്ലസ് IERE എന്ന് കിട്ടി. ഈ IE ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC ആയതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എന്തുകൊണ്ട്? VCE പ്ലസ് IC ഇൻറ്റു RC പ്ലസ് RE എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് നമ്മൾ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VCE ഈസ് ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE എന്ന് കിട്ടി അല്ലേ? അപ്പോൾ VCEയും കിട്ടി, ICയും കിട്ടി. നമ്മൾ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് അല്ലെങ്കിൽ സെൽഫ് ബയസിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് എ സെൽഫ് ബയസിങ് സർക്യൂട്ട് അല്ലെങ്കിൽ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് എ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദി ചേഞ്ച് ഇൻ കളക്ടർ ടു ബേസ് ലീക്കേജ്. ദാറ്റ് ഈസ് ഡെൽറ്റ IC ബൈ ഡെൽറ്റ ICBO ആണ് നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ പറഞ്ഞു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? അതിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട്, സിംപ്ലിഫൈഡ് ഇക്വലൻസ് സർക്യൂട്ട് കണ്ടുപിടിക്കണം. ഈ സിംപ്ലിഫൈഡ് ഇക്വലൻസ് സർക്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് സൈഡിൻ്റെ തെവനിൻസ് ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുക. The circuit to the left of the base terminal is replaced by its Thevenin's equivalent circuit. അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് സെക്ഷൻ്റെ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ കിട്ടും? അതാണ് ഈ താഴെ കാണിച്ചേക്കുന്നത്.
ഒരു നമ്മുടെ ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ R1 R2 പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് ഉണ്ടല്ലോ, ആ പോർഷനെ നമ്മൾ അതിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് RTH എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. വോൾട്ടേജ് സോഴ്സിന് നമ്മൾ VBക്ക് വരെ നമ്മൾ എന്താ അതിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് VTH എന്ന് പറഞ്ഞ് തെവനിൻസ് ഇക്വലൻറ്റ് വോൾട്ടേജ് VTH എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. നമ്മുടെ തെവനിൻസ് ഇക്വലൻറ്റ് ഇൻപുട്ട് സെക്ഷൻ്റെ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ചിട്ടുള്ള നമ്മുടെ സിംപ്ലിഫൈഡ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിൻ്റെ സിംപ്ലിഫൈഡ് ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ തെവനിൻസ് ഇക്വലൻറ്റ് വോൾട്ടേജ് VTH കണ്ടുപിടിക്കുക. ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദി ബേസ് ആൻഡ് ഗ്രൗണ്ട് ടെർമിനൽ VTH എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് R2 അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ബേസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് VB എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് VB അല്ലെങ്കിൽ VTH ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു VCC എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ VTH കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ്, തെവനിൻസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് RTH കണ്ടുപിടിക്കണം. RTH എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ദ റെസിസ്റ്റൻസ് സീൻ ഇൻ ടു ദ ബേസ് ആൻഡ് ഗ്രൗണ്ട് ടെർമിനൽ വിത്ത് VCC ഷോർട്ട് സർക്യൂട്ടഡ്. അപ്പോൾ തെവനിൻസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് RTH VCC ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള RTH കണ്ടുപിടിക്കും. RTH എന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് വേണം? R1 R2 പാരലായിട്ട് കിട്ടും. ദാറ്റ് ഈസ് RTH ഈസ് ഈക്വൽ ടു R1 പാരലൽ ടു R2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന്. അപ്പോൾ VTH കിട്ടി, RTH കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻപുട്ട് സെക്ഷനിൽ നമ്മൾ KVL കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യും. അപ്ലൈയിങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അറൗണ്ട് ദി ക്ലോസ്ഡ് ബേസ് സർക്യൂട്ട്. അതായത് നമ്മളെ ഈ സിംപ്ലിഫൈഡ് ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ VTH RTH ഉള്ള സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VTH ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IE RE എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് VTH ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IE RE എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? IE ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? VTH ഈസ് ഈക്വൽ ടു IB ഇൻറ്റു RTH പ്ലസ് VBE പ്ലസ് IEക്ക് പകരം നമ്മൾ IB പ്ലസ് IC കൊടുക്കും. ദാറ്റ് ഈസ് IB പ്ലസ് IC ഇൻറ്റു RE എന്ന് കിട്ടും. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും? IC പ്ലസ് IBയുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ IB RTHും IB ഇൻറ്റു RE ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ IB കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ അപ്പം റീഅറേഞ്ച് ചെയ്യുന്നതിന് കിട്ടും VTH ഈസ് ഈക്വൽ ടു VBE പ്ലസ് IB ഇൻറ്റു RTH പ്ലസ് RE പ്ലസ് IC ഇൻറ്റു RE എന്ന് കിട്ടും അല്ലേ? VTH ഈസ് ഈക്വൽ ടു VBE പ്ലസ് IB ഇൻറ്റു RTH പ്ലസ് RE പ്ലസ് IC ഇൻറ്റു RE എന്ന് കിട്ടും. അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റിംഗ് ദി ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു IC വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കൺസിഡറിങ് VBE ടു ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് IC ആണ്. അങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ VTH എന്ന് പറഞ്ഞാൽ തെവനിൻസ് വോൾട്ടേജ്, അതും ഇൻഡിപെൻഡൻറ്റ് ഓഫ് IC ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? VTHനെ IC വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. 0 ഈസ് ഈക്വൽ ടു VBയും ഇൻഡിപെൻഡൻറ്റ് ഓഫ് IC ആണ്. അപ്പോൾ അതും 0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് IB ഇൻറ്റു RTH പ്ലസ് RE ആണ് അല്ലേ? RTH പ്ലസ് RE നമ്മൾ എന്ത് ചെയ്യും? IC കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. IB ഇൻറ്റു RTH പ്ലസ് RE നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറ്റും. ദാറ്റ് ഈസ് RTH പ്ലസ് RE ഇൻറ്റു DIB ബൈ DIC പ്ലസ് RE ഇൻറ്റു ICയെ നമ്മൾ IC വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് 1 എന്നായിരിക്കും കിട്ടും. ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? RE പ്ലസ് RTH പ്ലസ് RE ഇൻറ്റു DIB ബൈ DIC എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു RE പ്ലസ് RTH പ്ലസ് RE ഇൻറ്റു DIB ബൈ DIC എന്ന് കിട്ടും. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? DIB ബൈ DIC ഈസ് ഈക്വൽ എന്ത് കിട്ടും? മൈനസ് RE ഡിവൈഡഡ് ബൈ RTH പ്ലസ് RE എന്ന് കിട്ടും. ദാറ്റ് ഈസ് DIB ബൈ DIC ഈസ് ഈക്വൽ ടു മൈനസ് RE ഡിവൈഡഡ് ബൈ RTH പ്ലസ് RE എന്ന് കിട്ടും. നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ജനറൽ ഇക്വേഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ നേരത്തെ നമ്മൾ പഠിച്ചത്. ദാറ്റ് ഈസ് SC ഈസ് ഈക്വൽ എന്താണ്? 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു DIB ബൈ DIC. അപ്പോൾ ആ DIB ബൈ DICക്ക് പകരം നമ്മൾ ഇവിടെ കിട്ടിയ മൈനസ് RE ഡിവൈഡഡ് ബൈ RTH പ്ലസ് RE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ തൊട്ട് SC ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE ഡിവൈഡഡ് ബൈ RTH പ്ലസ് RE എന്ന് കിട്ടും. ദാറ്റ് ഈസ് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു 1 പ്ലസ് RTH ബൈ RE ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ പ്ലസ് RTH ബൈ RE എന്ന് കിട്ടും. ഇതാണ്
പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിങ് അല്ലെങ്കിൽ സെൽഫ് ബയസിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് 1 + ബീറ്റ ഇൻറ്റു 1 + RTH/RE ഡിവൈഡ് ബൈ 1 + ബീറ്റ + RTH/RE. യൂഷ്വലി ചോദിക്കാറുണ്ട് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ.